ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് ഷാസ് വേൾഡ്. അപ്പം നമ്മുടെ കാലിക്കറ്റ് സരോവരം അതേപോലെ ട്രേഡ് സെൻറ്റർ ഗ്രൗണ്ടിലായിട്ട് ആക്രിലിക് അണ്ടർ വാട്ടർ ടണൽ അക്വേറിയം വന്നിട്ടുണ്ട്. അപ്പം വെറും അക്വേറിയം മാത്രമല്ല, മത്സ്യകന്യകയും അതേപോലെ തന്നെ സ്കൂബ ഡൈവിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം 120 റുപ്പീസാണ് പെർ ഹെഡായിട്ട് വരുന്നത്. വർത്ത് ഓഫ് കോസ്റ്റ് തന്നെയാണ്. അപ്പം നമുക്ക് എൻട്രിയിൽ വലിയൊരു ഷാർക്കിൻ്റെ മൗത്ത് ഓപ്പൺ ആയിട്ടുള്ളൊരു വ്യൂ ആണ് കാണാൻ കഴിയുന്നത്. അതിലൂടെ ഉള്ളിലേക്ക് പാസ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റെപ്പ് കയറിയിട്ട് താഴേക്ക് ഇറങ്ങണം. ഓക്കെ, അപ്പോൾ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്കൊരു കേർട്ടൻ ഉണ്ടാവും. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫോറസ്റ്റ് ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യുന്ന പോലെ ഉള്ളൊരു സെറ്റിംഗ് ആണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഒരുപാട് ബേർഡ്സും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. നല്ല അടിപൊളി ഒരു വ്യൂ തന്നെ ആയിരുന്നു അത്. ഒരുപാട് വെറൈറ്റി കളേഴ്സ് ആയിട്ടുള്ള പാരറ്റ്സും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിച്ചു. അതേപോലെ ഇത് അവക്കേടോയുടെ കായ ഇതിൽ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, ഇത് കഴിഞ്ഞ് നമ്മളിനി നെക്സ്റ്റ് ഇതിലേക്ക് എത്തുമ്പോൾ ഒരുപാട് കൗണ്ടേഴ്സ് കാണാം. ആ ചെറിയ ചെറിയ ഗ്ലാസിൻ്റെ ഉള്ളിലായിട്ട് ഇഗ്വാന, അതേപോലെ തന്നെ ബേബി യമൂനൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് പിന്നെ നമുക്ക് ഓരോന്നിൻ്റെയും ലാബിൽ ചെയ്ത് വെച്ചത് കൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ നെയിമും കാര്യങ്ങളും കൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഒരുപാട് ബേർഡ്സ്, അതേപോലെ ഇതുവരെ നമ്മൾ കാണാത്ത തരത്തിലുള്ള ജീവികളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അത് ബെസ്റ്റ് ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. കുട്ടികൾക്കായാലും മുതിർന്നവർക്കായൊക്കെ ഒരുപോലെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയൊരു എക്സിബിഷൻ അല്ലെങ്കിൽ ഒരു എക്സ്പോ തന്നെയാണ് നമുക്ക് ഇവിടെ കാലിക്കറ്റിലെത്തിയിരിക്കുന്നത്. കുഞ്ഞു കുഞ്ഞു ലോബ്സ്റ്റേഴ്സിൻ്റെ ഒക്കെ ഇത് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരുപാട് പേരറിയാത്തതായിട്ടുള്ള ഫിഷുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ വിഷ്വൽസൊക്കെ ഒന്ന് നമുക്ക് കണ്ടു നോക്കാം. ഈ ഒരു എക്സ്പോയിൽ ഒരു വെറൈറ്റി തന്നെ ആയിരുന്നു ഈ ഒരു തെരണ്ടിയുടെ ഒരു വിഷ്വൽസ്. കാരണം എന്താണെന്ന് വെച്ചാൽ സാധാരണ കാണുന്നതിനേക്കാളും നല്ലൊരു ഇരട്ടി വലുപ്പത്തിൽ തന്നെ നമുക്ക് കാണാൻ സാധിച്ചു. ഒരു ബേർഡിനെയൊക്കെ ഒരു ഫീൽ ചെയ്യുന്ന പോലെ തോന്നി. ഓക്കെ, അപ്പോൾ അതിൻ്റെ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് എണ്ണം ഉണ്ട്. അതിൻ്റെ വാലിൻ്റെ സൈസൊക്കെ തന്നെ ഹെവി ആയിട്ടുള്ളതാണ്. അപ്പോൾ അതൊക്കെ ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. അതേപോലെ തന്നെ മറ്റൊരു ഹൈലൈറ്റാണ് ദ സ്കൂബ ഡൈവിങ്. ഓക്കെ, ഈ സ്കൂബ ഡൈവിങ് അതേപോലെ തന്നെ മത്സ്യകന്യക, ഇതൊക്കെയാണ് ഈ ഒരു എക്സ്പോയിൽ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്യുന്നൊരു കാര്യം. ഇപ്പോൾ സ്കൂബ ഡൈവിങ് ചെയ്യുമ്പോൾ കൂട്ടത്തിലെ ഫിഷുകളെയൊക്കെ എടുത്ത് പൊന്തിച്ചിട്ട് അതിൻ്റെ വിഷ്വൽസും കാര്യങ്ങളും നമുക്കിതിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതുമാത്രമല്ല, കുട്ടികൾക്ക് എടുത്തായാലും ബാക്കി വീഡിയോസൊക്കെ എടുക്കുന്നതിലൊക്കെ അവർ നല്ല സപ്പോർട്ടീവായിട്ട് തന്നെ നമുക്ക് മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. ഇതാണ് നമ്മുടെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. മറ്റൊന്നുമല്ല, നമ്മുടെ മത്സ്യകന്യകയാണ്. ഓക്കെ, നല്ല വിഷ്വൽസ് കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ മത്സ്യകന്യക നമുക്ക് ഓക്സിജൻ സിലിണ്ടറൊന്നും യൂസ് ചെയ്യാത്തതുകൊണ്ട് കുറച്ച് സമയം മാത്രമേ നമുക്ക് വിഷ്വലൈസർ അവൈലബിൾ ആയിട്ടുള്ളൂ. പിന്നെ അവർ ബ്രീത്ത് എടുക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏറ്റവും കൂടുതൽ തിരക്കുണ്ടായിരുന്നതും ഈ മത്സ്യകന്യകയെ കാണാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ വീഡിയോ ക്യാപ്ചർ ചെയ്യാനൊക്കെ കുറച്ചൊന്ന് റിസ്ക് എടുത്ത് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ഈ സെക്ഷൻസൊക്കെ കഴിഞ്ഞു. അടുത്ത് നമ്മൾ എത്തിയിരിക്കുന്നത് ഫോട്ടോഗ്രാഫിയുടെ ഇതിലേക്കാണ്. അപ്പോൾ ഇവിടെയും അത്യാവശ്യം തിരക്കുണ്ട്. നല്ല റൗണ്ട് റിങ്ങിലായിട്ട് അടിപൊളിയായിട്ട് തന്നെ ഉണ്ടായിരുന്നു. ഓക്കെ, പിന്നെ നമ്മൾ ടണലിലേക്കാണ് പോകുന്നത്. ഇവിടെ ഒരു മായാലോകം തന്നെ ആയിരുന്നു. അടിപൊളിയായിട്ടുണ്ടായിരുന്നു ഫിഷിൻ്റെ കാര്യങ്ങളൊക്കെ. കഴിഞ്ഞ പ്രാവശ്യം കോഴിക്കോട് മെറൈൻ ഗ്രൗണ്ടിൽ ഉള്ളതിനേക്കാളും അടിപൊളി വിഷ്വൽസും കാര്യങ്ങളും തന്നെ, അല്ലെങ്കിൽ അടിപൊളി വെറൈറ്റി ഫിഷസും കാര്യങ്ങളും തന്നെ നമുക്കിവിടെ കാണാൻ സാധിച്ചിട്ടുണ്ട്. ഈ ടണൽ അക്വേറിയത്തിൻ്റെ ഉള്ളിലൂടെ നടക്കുമ്പോൾ തന്നെ നമുക്ക് ഓപ്പോസിറ്റ് സൈഡിലൂടെ പോകുന്ന ആൾക്കാരെയും കാണാൻ സാധിക്കുന്നുണ്ട്. ശരിക്കും നമ്മളൊരു ബീച്ചിൻ്റെ അടിയിലൂടെ നടക്കുന്നൊരു ഫീല് തന്നെയാണ്. ഇത്രയും വലിയ ഫിഷൊക്കെ നമ്മൾ ഡയറക്റ്റ് ആദ്യമായിട്ട് കാണുകയാണ്. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ള വിഷ്വൽസ് നിങ്ങളൊന്ന് കണ്ടു നോക്കും.
ടണലക്കോറത്തിൻ്റെ സെക്ഷൻ കഴിയുമ്പോൾ പിന്നെ നെക്സ്റ്റ് വരുന്നത് നമുക്ക് സ്റ്റോളുകളാണ്. വെറൈറ്റി ആയിട്ടുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റോളുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ചിപ്സിൻ്റെ, അതേപോലെ നട്ട്സിൻ്റെ, ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ, ചപ്പൽസിൻ്റെ, ബാഗ്സ്, അങ്ങനെ വെറൈറ്റി ഡിഫറെൻറ്റ് ഒരുപാട് സ്റ്റോളുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. എല്ലാം ഒരു കുടക്കീഴിൽ എന്ന് പറയുന്ന പോലെ തന്നെ നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ചോയ്സസ് നമുക്കിവിടെ അവൈലബിൾ ആണ്. അതേപോലെ നമ്മുടെ മെമ്മറീസിന് അയവിറക്കുന്ന രീതിയിലുള്ള പഴയകാല മിഠായികളുണ്ട്. അതേപോലെ വെറൈറ്റി കളർഫുള്ളായിട്ടുള്ള അച്ചാറുകളുണ്ട്. ഇതൊക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതേപോലെ കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ള ടോയ്സ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഫാൻസി ഐറ്റംസ്, കീ ചെയിൻസ്, മാലകൾ, ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഇതാണ് നമ്മുടെ പഴയകാല മിഠായികൾ. ഇത് കാണുമ്പോൾ നമുക്കൊരു നൊസ്റ്റോ ഫീലിംഗ് കാര്യങ്ങളൊക്കെ ആണ്. ഇതാ പുളിമിഠായി കാര്യങ്ങളൊക്കെ ഉണ്ടാവും, തേൻമിഠായി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഫാൻസി ഐറ്റംസ്, ജ്വല്ലറി ഐറ്റംസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഓരോ സ്റ്റാളുകളായിട്ട് ഡിഫറെൻറ്റ് ഐറ്റംസ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിതൊക്കെ ഒന്ന് വിഷ്വലൈസ് ചെയ്ത് ക്യാപ്ചർ ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്ത സ്റ്റോൾ വരുന്നത് ബുക്സിൻ്റെതാണ്. നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള ബുക്സ്, അതേപോലെ ഇപ്പോൾ ട്രെൻഡി ആയിട്ടുള്ള ബുക്സ് നമുക്ക് അവൈലബിൾ ആണ്. അതേപോലെ ഡിഫറെൻറ്റ് കളക്ഷൻസ് ഉള്ള ഡ്രസ് മെറ്റീരിയൽസും കാര്യങ്ങളും അവൈലബിൾ ആണ്. അതിപ്പം ബക്കറ്റൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പേസ്റ്റ് ചെയ്യാൻ പറ്റിയ, ഹീറ്റ് ചെയ്ത് പേസ്റ്റ് ചെയ്യാൻ പറ്റിയ ഗമ്മ് കാര്യങ്ങളൊക്കെ ഈ ഒരു സ്റ്റോളിൽ കാണാൻ സാധിച്ചു. അങ്ങനെ ഓരോ സ്റ്റോളുകളിലും ഓരോ വ്യത്യസ്ത തരത്തിലുള്ള കാര്യങ്ങളാണുള്ളത്. ബാഗ് കാര്യങ്ങൾ, അതേപോലെ ടോയ്സ്, ഈ വക ആസ് യൂഷ്വൽ നമുക്ക് ബീച്ചിലായാലും അല്ലാതെ വരുന്ന എക്സ്പോകളിലായാലും കാണാൻ സാധിക്കുന്ന കാര്യങ്ങൾ. പിന്നെ ഒരു വെറൈറ്റിയാണ് ഇഗ്വാന, അതേപോലെ തന്നെ ലവ് ബേർഡ്സ്, പാരറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിനൊക്കെ നമുക്ക് ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യാം. നമുക്ക് കയ്യിലൊക്കെ തരുന്നുണ്ട് അവർ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇനി നമ്മുടെ അടുത്ത ഹൈലൈറ്റാണ് നമ്മുടെ ഫുഡ് സെക്ഷൻ. ഇതാണ് പാവ് ബജ്ജി, ചില്ലി ഗോബി, ബേൽപൂരി, പാനിപ്പൂരി, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അപ്പം നമ്മൾ എല്ലാ ഐറ്റംസ് മീൻസ് നമുക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ഐറ്റംസൊക്കെ നമ്മൾ വെറൈറ്റി ആയിട്ട് വാങ്ങിച്ചു. അതേപോലെ തന്നെ കൊത്തു പൊറോട്ട, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്കിവിടെയുള്ള മറ്റ് ഫുഡ് സ്റ്റാളുകളിൽ കാണാൻ സാധിച്ചിരുന്ന ഐറ്റംസൊക്കെ ആണ്. ഓക്കെ, അതൊക്കെ നമ്മളിരുന്ന് കഴിച്ചു കഴിഞ്ഞു. ഇനി ഒരു ഗെയിം സെക്ഷൻ ഏരിയകളാണ്. നമുക്കിത് എറിഞ്ഞിട്ട് നമുക്ക് ഫാമിലി ഗെയിമാണ്. അതൊക്കെ കഴിഞ്ഞു. പിന്നെ ഉള്ളത് റൈഡ്സും കാര്യങ്ങളൊക്കെ ആണ്. പിന്നെ മറ്റൊരു ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ കുതിര സവാരിയും കൂടെ ഉണ്ട്. അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. സോ ബൈ ഫ്രം നിമിഷാസ് വേൾഡ്.